So hello everyone. So today we have with us Mr. Bharat Krishna. ഇത്തവണത്തെ സിവിൽ സർവീസസ് എക്സാമിനേഷനിൽ ഓൾ ഇന്ത്യ റാങ്ക് 347 കിട്ടിയതാണ് മിസ്റ്റർ ഭരത്. സോ കൺഗ്രാറ്റുലേഷൻ ഭരത്. വെൽക്കം ടു ദ ഷോ. സോ ഒരു കാഷ്വൽ ടോക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം. സോ എങ്ങനെയായിരുന്നു വൈ സിവിൽ സർവീസസ്? എല്ലാവരും ചോദിക്കുന്ന ഒരു ക്ലീശേ ചോദ്യമാണെന്ന് അറിയാം. പക്ഷേ എന്നാലും സംവെയർ സംഹൗ നമുക്കൊരു സ്പാർക്ക് ഉണ്ടായാലാണ് which is I believe that is the motivation which keeps us going. So അത് എപ്പോഴാണ് ഇങ്ങനെ സിവിൽ സർവീസിലേക്ക് വരണം എന്നുള്ളൊരു തോന്നലുണ്ടായത് ഫസ്റ്റ് ടൈം? ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് സംഭവം. ഞാൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. കുസാറ്റിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ മെക്കാനിക്കൽ പഠിച്ച് അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്ത് അങ്ങനെ പോകാം എന്നുള്ളൊരു പ്ലാനിലിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് മേക്ക് എ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു NGO ജോയിൻ ചെയ്യുന്നത്. അവിടെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പിള്ളേരെ പഠിപ്പിക്കുക, അവരെ മെൻറ്റർ ചെയ്യുക, ഇതായിരുന്നു സംഭവം. അപ്പോൾ അവിടെ വെച്ചൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷെൽട്ടർ ഹോം ഒരു ക്ലോസ് ഡൗൺ ചെയ്യാനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും അതിനുശേഷം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളൊരു ബോഡി എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ മനസ്സിലായി ഓക്കെ സിവിൽ സർവൻസ് ആണ് ഇതിൻ്റെ പുറകിൽ ക്ലോസ് ചെയ്യാനല്ല, ബട്ട് തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇത് നടത്തിക്കൊണ്ടു പോകാൻ അല്ലെങ്കിൽ ഈ ഒരു ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ എനിക്ക് തോന്നി ഓക്കെ ഇവർ ഇടപെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിൽ ചേഞ്ച് വരുത്താൻ പറ്റുമായിരുന്നു. കാരണം ആ കൊല്ലം മാത്രം കേരളത്തിൽ ആ ഒരു 1000 ഷെൽട്ടർ ഹോംസ് ക്ലോസ് ഡൗൺ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നായിരുന്നു. അപ്പോൾ എത്രയോ 20,000-ൽ പരം കുട്ടികൾ ആ സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ അവർ ഏത് സിറ്റുവേഷനിൽ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നിരുന്നു. അപ്പോൾ കേസൊക്കെ ഹൈക്കോടതിയിൽ കേസൊക്കെ ആയ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ സ്പാർക്ക് വന്നത്. ഓക്കെ അപ്പം നമുക്ക് കോസ് ഉള്ള ആൾക്കാർ ഈ ഇതിൽ വന്നു കഴിഞ്ഞാൽ മേ ബി ഈ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അത് ഭയങ്കര പ്രിമച്വർ ആയിട്ടുള്ളൊരു തോട്ടാണ് സെർട്ടൻലി. കാരണം ഇതിൻ്റെ അതിൽ ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതായിരുന്നു സ്പാർക്ക്. അതിനുശേഷം പിന്നെ ഞാൻ അന്വേഷിച്ചു എങ്ങനെയാണ് സിവിൽ സർവീസ് എങ്ങനെയാണ് സംഭവം പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പം ഞാൻ 3rd ഇയറിലാണ് കോളേജിൽ. പിന്നെ ഒരു 1 ഇയർ എടുത്ത് എന്തായാലും ഡിസൈഡ് ചെയ്യാം, പ്രിപ്പറേഷൻ തുടങ്ങണ്ട. അപ്പോൾ ആ സമയത്ത് എൻ്റെ കോളേജ് സീനിയർ അതുൽ ജനാർദ്ദനൻ IFS കിട്ടിയിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ഐഡിയ ഉണ്ട് ഓക്കെ ഇവിടെ നിന്നും ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നറിയാം. അപ്പോൾ അതുകൊണ്ടൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ഓക്കെ എന്തായാലും ട്രിവാൻഡ്രത്ത് വന്ന് പഠിക്കുകയാണെങ്കിൽ സംഭവം ഉണ്ടായിരുന്നു. സോ എങ്ങനെയായിരുന്നു ഫാമിലിയുടെ അപ്രോച്ച്? എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് പറഞ്ഞ സമയത്ത്? ഫാമിലി ഭയങ്കര പോസിറ്റീവ് തന്നെയായിരുന്നു. അവർ എപ്പോഴും ഞാൻ എന്ത് ഡിസിഷൻ എടുത്താലും അമ്മ ഓക്കെ നിനക്കെന്താ റൈറ്റ് എന്ന് തോന്നുന്നത് ചെയ്തോ എന്നുള്ളതായിരുന്നു. പക്ഷെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇത് എത്ര വിചാരിക്കുന്നത്ര ഈസി അല്ല ഓക്കെ പഠിച്ചു. സോ ഇത്തവണ 3rd അറ്റംപ്റ്റ് ആയിരുന്നു. സോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്വാളിഫൈ ആയില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴേക്കും അതെങ്ങനെ ഹാൻഡിൽ ചെയ്തത്? സോ ദിസ് ഇസ് എന്താ എനിക്ക് പറ്റിയൊരു സംഭവം അല്ല, അങ്ങനെ വല്ല ഫീലിങ്സോ അങ്ങനെ വല്ലതും ഉണ്ടായോ? അതോ എൻ്റെ കുറവുകൾ കൊണ്ടാണ് പോയത്? അങ്ങനെ കുറവുകൾ കൊണ്ടാണ് പോയതെന്ന് നല്ല ബോധ്യം. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ആ പ്രിലിംസിന് 2 മാസം മുമ്പ് തന്നെ ഒരു ഗിവ് അപ്പ് ചെയ്തിരുന്നു. കാരണം അത് കോവിഡിൻ്റെ സമയത്തായിരുന്നു. 2020 ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങി. 21 ഒക്ടോബറിലാണ് ഫസ്റ്റ് പ്രിലിംസ് എഴുതാനിരുന്നത്. അപ്പോൾ ആ ഒരു 5 months ഒരു എക്സ്റ്റൻഷൻ വന്നു നമ്മൾ വിചാരിച്ച സമയത്തിന്. അതുവരെ പീക്കിൽ പൊയ്ക്കൊണ്ടിരുന്ന ഞാൻ പിന്നെ വീട്ടിലേക്ക് വന്ന് ആകെ ഡൗൺ ആയി. പ്രിപ്പറേഷൻ മേടിക്കാൻ നടന്നില്ല. മെയിനായിട്ട് ആ സമയത്ത് ഞാൻ ചെയ്യാതിരുന്ന സംബന്ധിച്ച് ഗൈഡൻസ് എടുത്തില്ല എന്നുള്ളതാണ്. ഞാൻ ഡൗട്ടൊക്കെ വരുമ്പോൾ ഫാക്കൽറ്റീസിനെ വിളിച്ച് ചോദിക്കണമായിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞാൻ എൻ്റേതായ ഒരു അനാലിസിസ് വെച്ചിട്ട് ഞാൻ ഡിസൈഡ് ചെയ്തു ഇല്ല ഇത്തവണ എന്നെ കൊണ്ട് നടക്കില്ല എനിക്ക് തോന്നി. ടെസ്റ്റ് സീരീസ് എടുത്തില്ല. 2-3 ടെസ്റ്റൊക്കെ മാത്രം എടുത്തിട്ട് റിവൈസ് ഒക്കെ ചെയ്ത് പോകാം പ്ലാനിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആക്ച്വലി എക്സാം എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് അത്രയും വിചാരിച്ചൊരു സംഭവമല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കൊന്ന് 86 or 87 എനിക്ക് 79 ആയിരുന്നു. അപ്പോൾ അത് അത്രയും മോശം പെർഫോമൻസും റിവിഷനൊന്നും ചെയ്യാതെ പോയിട്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി ഓക്കെ വർക്ക് ഇട്ടാൽ കിട്ടേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം വന്നു. അങ്ങനെ പിന്നെ ഞാൻ പിന്നെയും ട്രിവാൻഡ്രത്തേക്ക് വന്നു. പിന്നെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം എടുത്തിരുന്നു ആ സമയത്ത്. എന്നിട്ട് മാക്സിമം മെയിൻസിന് പ്രിപ്പയർ ചെയ്യുക, പിന്നെ ബാക്കിയുള്ള സമയം പ്രിലിംസിലേക്ക് ഡെവോട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴെങ്കിലും സീസാറ്റ് ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടായിരുന്നു? സീസാറ്റ് ഒബ്സ്റ്റക്കിൾ ആയിട്ട് തോന്നിയത് ശരിക്കും സെക്കൻഡ് പ്രിലിംസ് ക്ലിയർ ചെയ്ത ശേഷം സീസാറ്റിന്റെ മാർക്ക് നോക്കിയപ്പോഴാണ്. സീരിയസ്ലി? കാരണം എനിക്ക് 68 ആണ് സീസാറ്റ് മാർക്ക്. അതിന് മുമ്പത്തെ തവണ 95 or 100 അടുത്തുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നില്ല സീസാറ്റ് ഇത്ര പണി തരും. അത് കഴിഞ്ഞ് സെക്കൻഡ് പ്രിലിംസ് കഴിഞ്ഞ് അന്ന് രാത്രി വന്നിട്ട് ആദ്യം GS മാർക്ക് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ 103, 106 ആ റേഞ്ചിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലിയർ ആകുമായിരിക്കും. അതിന് സീസാറ്റിന് മാർക്ക് നോക്കിയപ്പോൾ 64 or 65 അങ്ങനെ തോന്നുന്നു. ഞാൻ വന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു GS കയറും സീസാറ്റ് കയറില്ല. അന്ന് രാത്രി ഫുൾ ഷോ കയറും. പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റിന് ഡിസ്പ്യൂട്ട് ഉണ്ട്. അപ്പോൾ പിന്നെ അടുത്ത 20 ദിവസം റിസൾട്ട് വരുന്നവരെ ഇതിലായിരുന്നു.
അതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ കയറി എന്തോ ഭാഗ്യത്തിന്. സോ അങ്ങനെ കുറേ പേരുടെ 0.5-ലും ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറേ പേരുടെ ഇത് വരുന്ന കണ്ടിട്ടുണ്ട്. സോ ഈ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതെപ്പോഴെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? സീസാറ്റ് കുറച്ചും കൂടി ഈസി ആയിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടോ? ഒന്ന് വർക്കിട്ട സീസാറ്റ് കയറി പോകാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്യാതെ നേരെ പോയി എക്സാം എഴുതുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ കോംപ്രിഹെൻഷൻ പിടിച്ചാണ് അത്തവണ കയറി പോയത്. അവസാനം ഒരു 5-6 ക്വസ്റ്റ്യൻ കോംപ്രിഹെൻഷൻ ചെയ്തു, അതെല്ലാം ശരിയായി ഭാഗ്യത്തിന്. അങ്ങനെ കയറി പോയതാണ്. ഇത്തവണത്തെ വ്യത്യാസം എങ്ങനെ തോന്നി? ഇത്തവണ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂ പോയിരുന്നു, സെക്കൻഡ് അറ്റംപ്റ്റ്. അപ്പോൾ ടഫ്നെസ് കൂടുതലായിരുന്നു. പക്ഷെ ഞാൻ കുറച്ചൊക്കെ 2-3 പേപ്പേഴ്സ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടാണ് പോയത് വന്നിരുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പൊതുവേ ചെയ്യുന്ന ഒരു സംഭവമാണ് സീസാറ്റ് എന്ന് സൈഡാക്കിയിട്ട് ബാക്കിയുള്ളത് നോക്കും. പക്ഷെ അത് എനിക്കൊന്നും ഇനി വർക്കാവില്ല. കാരണം ആ കൈൻഡ് ഓഫ് ടഫ്നെസ് അതിനകത്ത് പിന്നെയും വന്നിട്ടുണ്ട്. കാരണം നല്ലപോലെ ഇനിയിപ്പോൾ അടുത്തത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. കാരണം ഫസ്റ്റ് പ്രിലിംസിൽ GS പോലെ തന്നെ ഓപ്ഷൻസ് അവർ ഇതിലേക്കാക്കി. only one statement 2 statement അങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു. നേരത്തെ കോംപ്രിഹെൻഷൻസും കുറച്ചൊരു ഈസി ആയിട്ടുള്ള നമ്മുടെ റീസണിങ് ഒക്കെ കുറച്ച് ഭയങ്കര എളുപ്പമുള്ളവരായിരുന്നു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റേ മാറ്റി എന്നുള്ളൊരു ആസ്പെക്റ്റാണ്. ഓക്കെ, സോ സെക്കൻഡ് അറ്റംപ്റ്റ് ഇൻ്റർവ്യൂ വരെ പോയി. സോ അതെന്തായിരുന്നു ആ ഒരു ഫീല്? സോ ഫസ്റ്റ് ടൈം ഐ എം ക്ലിയറിംഗ് പ്രിലിംസ്, ദെൻ മെയിൻസ്, ഒറ്റ സ്ട്രെച്ചിൽ നേരെ ഇൻ്റർവ്യൂ പോയപ്പോഴേക്കുള്ള ഒരു ഫീലിംഗ്? അത് ആ സമയത്ത് സത്യം പറഞ്ഞാൽ മെയിൻസ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ പോവുമായിരിക്കും, ഇല്ലെങ്കിലായിരിക്കും ഞാൻ സർപ്രൈസ്ഡ് ആവുക എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം കിട്ടിയ ഫീഡ്ബാക്ക് വെച്ചിട്ടും ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കുമ്പോഴുള്ളത് വെച്ചിട്ടും എനിക്ക് GS അത്യാവശ്യം മാർക്കുണ്ട്. ഓപ്ഷനിൽ ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. എസ്സേയും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയി. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഇന്നലെ ഇൻ്റർവ്യൂ കോൾ വരും എന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ആ കൊല്ലം അത്യാവശ്യം മാർക്സും എസ്സേക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു, 130 റേഞ്ചിലുണ്ടായിരുന്നു. GS ഒരു 400 റേഞ്ചിലായിരുന്നു. ഭയങ്കര ഭീകര മാർക്കല്ല, പക്ഷേ ഓപ്ഷനിൽ ഒരു 240 ആ റേഞ്ചിലായിരുന്നു. ഇന്റർവ്യൂ ആണ് മാർക്ക് കുറഞ്ഞത്. അപ്പോൾ ഈ ടോജിൻ സാറിന് ആൻസർ റൈറ്റിംഗ് സെഷൻസ് എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് ഈ സെക്കൻഡ് അറ്റംപ്റ്റിലാണ്. സോ അപ്പോൾ ആ ഒരു ഓറിയന്റേഷൻ തന്നെ മാറി എന്നുള്ളതാണോ പോകുന്നത്? കാരണം GS നമുക്ക് പൊതുവേ ഫീഡ്ബാക്ക് വരുമ്പോൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു തരും. പക്ഷെ എന്ത് ചെയ്താലാണ് എക്സാക്ട്ലി മാർക്ക് കയറുന്നത്, എന്തൊക്കെ ചെയ്താൽ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള സംഭവം ടോജിൻ സാറിന്റെ ഫീഡ്ബാക്ക് കിട്ടിയപ്പോഴാണ്. സാർ ഒരു 45 മിനിറ്റ്സ് ഇരുന്നിട്ട് എനിക്ക് മൊത്തം എങ്ങനെയാണ് ഒരു മെയിൻസ് 4 പേപ്പർ എഴുതേണ്ടതെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് ഞാൻ വെറുതെ ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ പോയതായിരുന്നു GS2 പേപ്പറിന്. അത് ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ആണ്. സോ അത് പിന്നെ അടുത്ത മെയിൻസിനും അത് കുറച്ചും കൂടി ഈസി ആയി തോന്നുന്നു. ഇങ്ങനത്തെ കുറച്ച് ടിപ്സും കാര്യങ്ങളും കിട്ടപ്പോൾ കുറച്ചും കൂടി ഈസി ആയി എന്നുള്ള ആസ്പെക്ട്. പിന്നെ ഇനി സെക്കൻഡ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ വി ആർ ഔട്ട് എന്നുള്ള ആസ്പെക്ട് വരുമ്പോൾ അവിടെ നിന്ന് പിന്നെ എങ്ങനെയാണ് റീസ്റ്റാർട്ട് എന്നുള്ളൊരു പ്രോഗ്രാം? ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഇത് ഒന്നില്ലെങ്കിൽ ജസ്റ്റ് താഴെ ലിസ്റ്റിൽ അല്ലെങ്കിൽ ലിസ്റ്റിന്റെ പുറത്ത്, അല്ലാണ്ട് ടോപ്പ് ഒന്നും അടിക്കാനുള്ള ഞാൻ ചെയ്തിട്ടില്ല. എനിക്കറിയാം ഇന്റർവ്യൂ കഴിയുമ്പോൾ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഒരു വരവ് കൂടി വരേണ്ടി വരും, ആ സംഭവം ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു മെന്റലി. റിസൾട്ട് വന്നപ്പോഴും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ഫുൾ കോൺഫിഡൻറ്റ്, സിംഗിൾ ഡിജിറ്റ് ആയിരിക്കും, 2 ഡിജിറ്റ് ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം ഇവര് ഞാൻ പഠിക്കുന്നത് കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ പഠിക്കാതിരിക്കുന്നത് കാണുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതിലായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 5 ദിവസം മുമ്പേ റിസൾട്ട് വന്നു പ്രിലിംസിന്റെ. ഞാൻ അപ്പോഴേക്കും അത്യാവശ്യമൊക്കെ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നുണ്ടായിരുന്നു. ഒരു 1 month ടൈം ഉണ്ടായിരുന്നു എനിക്ക് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അത് ഹിറ്റ് ചെയ്ത്. പക്ഷെ ഞാൻ അത്രയും ഡൗൺ ഒന്നും ആയില്ല. ഓക്കെ, എന്തായാലും ഇതാണ് റിയാലിറ്റി, ഒന്നുകൂടെ എഴുതാം. സത്യം പറഞ്ഞാൽ എക്സോസ്റ്റഡ് ആയിരുന്നു, പക്ഷേ പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ. നമ്മൾ ഇത് എന്തായാലും അതിനകത്ത് ഇറങ്ങിത്തിരിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ കോളേജ് തൊട്ട് ഒരു കൈൻഡ് ഓഫ് മോട്ടീവ് ഉണ്ടായിരുന്നു ഫോർ റൈറ്റിംഗ് ദിസ് എന്നുള്ളൊരു ആസ്പെക്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് പോകാൻ, മഹീന്ദ്രയിലേക്ക് പോകാനായിട്ട്? അത് ഞാൻ ഈ 3rd ഇയർ NGOയിൽ വർക്ക് ചെയ്ത സമയത്ത് പാരലലി ഒരു കോളേജിൽ കോമ്പറ്റീഷനിലും ഉണ്ടായിരുന്നു. ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷനാണ്, അതിൽ ജോലി കിട്ടി മഹീന്ദ്രയിലേക്ക് പോയത്. അപ്പോൾ അത് കോളേജിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലിയാണ്, R&D ഫീൽഡാണ് അതിനൊക്കെ. അപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ സംഭവം. പിന്നെ എനിക്ക് തോന്നി പ്രൈവറ്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു പബ്ലിക് സർവീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. ഇപ്പോൾ പ്രൈവറ്റ് എങ്ങനെയാണെന്ന് അറിയാം, അതിൻ്റെ ഒരു വർക്ക് കൾച്ചർ എങ്ങനെയാണെന്ന് അറിയാം എന്ന് വിചാരിച്ചിട്ട് ഒരു കൊല്ലം. പിന്നെ ആ ടൈം എനിക്കൊന്ന് മെന്റലി പ്രിപ്പയർഡ് ആവാനുള്ള ഒരു ഇതും കൂടെ കിട്ടും, കുറച്ച് സേവിങ്സും ഇതൊക്കെ ആലോചിച്ചിട്ട് ഒരു കൊല്ലം വൈസ് ഡിസിഷൻ എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് അത് പോയല്ലേ. സോ കുറേ പേർക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യമുണ്ട്, അതായത് നമ്മൾ എവിടെയെങ്കിലും കയറി ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാം, അല്ലെങ്കിൽ ഒരു 2 years നോക്കിയിട്ട് പിന്നെ ഒരു കരിയർ ബാക്കപ്പ് നോക്കാം, ഇങ്ങനെ പല ഊഹാപോഹങ്ങൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ കൂടുതലുണ്ടല്ലോ. സോ അതിനൊക്കെ എന്താ ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുക? എൻ്റെ പേഴ്സണൽ അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടാവണം എന്താ വേണ്ടതെന്നുള്ളത്. നമ്മളിപ്പോൾ ഇതും അതും കൂടെ ബാക്കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
അത് എവിടെയെങ്കിലൊക്കെ നമുക്ക് മെന്റലി നമ്മളൊരു സ്പേസ് അതിന് കൊടുക്കണം. മറ്റേന്ന് പറയുമ്പോൾ ഇത് മാത്രമേ പറ്റൂ നമുക്ക് എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് മൈൻഡ് പോകും. പിന്നെ മാത്രമല്ല നമ്മൾ ഇവിടെ വർക്ക് ചെയ്താൽ ഒരു 10 to 5 മിനിമം നമ്മൾ അവിടെ വർക്ക് ചെയ്യേണ്ടി വരും. എങ്ങനെ പോയാലും ആ ഒരു ടൈമിൽ ബാക്കിയുള്ള ആൾക്കാർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ഇത് വേണം. അല്ലെങ്കിൽ പക്ഷേ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ചില ആൾക്കാർക്ക് ഫാമിലി സിറ്റുവേഷനും അതുപോലെ ഇപ്പോൾ ലോൺ എടുത്ത് ബിടെക് പഠിച്ച ആൾക്കാർ അല്ലെങ്കിൽ UG പഠിച്ച ആൾക്കാരുണ്ടാവും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഈ ലോൺ എടുത്തിട്ടൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ വർക്ക് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഇത് അങ്ങനെ എഴുതിയാൽ കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വേറൊരു റീസണും ഇല്ലെങ്കിൽ വെറുതെ പോയിട്ട് നമ്മൾ കാര്യമില്ല ഒരു ബാക്കപ്പിന് വേണ്ടി മാത്രമായിട്ട് ജോലി വെക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഞാൻ മാക്സിമം പറയാറുള്ളതെന്ന് വെച്ചാൽ മാക്സിമം കുറേ ഇപ്പോൾ എല്ലാവർക്കും സ്കോളർഷിപ്സ് ഉണ്ട്. സോ ഈ പറഞ്ഞ പോലെ അക്കാഡമിക് ആയാലും ഇപ്പോൾ നമുക്ക് കാസ്റ്റ് റിലീജിയൻ ഇതിൻ്റെ ബേസിൽ അല്ലാതെ തന്നെ മെറിറ്റോറിയസ് സ്കോളർഷിപ്സ് ഉണ്ട് UPSC പ്രിപ്പയർ ചെയ്യാനുള്ള. സോ അത് നോക്ക്, നിങ്ങൾ ഇതുപോലെ ബാക്കപ്പ് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ടെങ്കിൽ അധികം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വൈസ് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ അൾട്ടിമേറ്റ്ലി മോട്ടീവ് എന്താണ് ഇങ്ങനത്തെ ഒരു ഇതിൽ തന്നെ പോകുന്ന ഒരു ആസ്പെക്റ്റിലേക്ക്. സോ പിന്നെ അപ്പം ആ ഒരു മഹീന്ദ്ര അവിടുത്തെ ജേർണി. ഇനി ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പറയാനുള്ള ഇത്തവണത്തെ ഇൻ്റർവ്യൂ മാർക്സ്, അതായത് നാഷണൽ ലെവലിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പ് എന്ന് പറഞ്ഞ മാർക്സ് ഭരത്തിനാണ്. ദാറ്റ് ഈസ് അറൗണ്ട് 2212 212 എന്ന് പറഞ്ഞാൽ ടോപ്പ് 5 എന്ന് തന്നെ പറയാം അല്ലെ. മാക്സിമം 215 വരെ 215 ആണ് ടോപ്പ് മാർക്ക്. 2-3 പേർക്ക് 215. സോ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഹയസ്റ്റ് മാർക്സ്. സോ അതിലെങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പറ്റിയത്, അതിൻ്റെ ഒരു സ്റ്റോറി എന്തായിരുന്നു? കാരണം കഴിഞ്ഞ വർഷം മാർക്സ് കുറവായെന്ന് പറഞ്ഞു. സോ അവിടെ നിന്ന് ഇത്രയും വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയത്? കഴിഞ്ഞ 168 ആയിരുന്നു എൻ്റെ മാർക്ക്. ഒരു 44 മാർക്സിന്റെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. വെരി ഗുഡ്. അപ്പോൾ കഴിഞ്ഞ തവണ ഇന്റർവ്യൂവിന് പോകുമ്പോൾ കുറേ ഗൈഡൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഗൈഡൻസിന് കുറവൊന്നുമില്ലല്ലോ. അപ്പോൾ അതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓറിയൻറ്റഡ് ആയിരുന്നില്ല കറക്റ്റ് ആ ഒരു ഇൻ്റർവ്യൂ ഇതിലേക്ക്. പ്രിപ്പറേഷൻ ഞാൻ ഡാഫ് ബേസ് പ്രിപ്പറേഷനും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സൊക്കെ അത്യാവശ്യം ചെയ്തിരുന്നു. നോട്ട്സ് ഉണ്ടായിരുന്നു, എൻ്റെ കണ്ടന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നില്ല. എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു UPSC ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവർ നോക്കുന്നത് നിങ്ങൾ സിവിൽ സർവൻറ്റ് മെറ്റീരിയൽ ആണോ എന്നാണ്. പക്ഷെ അതല്ല, എനിക്ക് ഒരു സെൽഫായിട്ടൊരു ചിന്ത വരാൻ തുടങ്ങി. എൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞവണ തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. ടുവേർഡ്സ് ദി എൻഡ് ആയപ്പോഴേക്കും അത് ഭയങ്കര കൂടുതലായി. പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ ഇന്റർവ്യൂവിന് പോയിട്ട് കാര്യമില്ല. അതാണല്ലോ അൾട്ടിമേറ്റ് ഫാക്ടർ. അപ്പോൾ ഇത്തവണ എനിക്ക് എന്തായാലും അതിലെല്ലാം റെക്ടിഫൈ ചെയ്യണം എന്നൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് റെൻ അബ്രഹാം സാറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പോലെ തന്നെ കേട്ടിരുന്നു. പക്ഷെ സാറ് ഗൈഡ് ചെയ്ത് വിട്ട ആൾക്കാരൊക്കെ ടോപ്പേഴ്സ് ആയിട്ടുണ്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ എന്തായാലും സാറിന്റെ അടുത്ത് എന്തോ സംഭവം ഉണ്ട് ക്ലിയർ ചെയ്യാനുള്ള. 1-on-1 സെഷൻ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു സാറിന്റെ. സാർ വരികയാണെങ്കിൽ എന്തായാലും വിളിക്കണം. അങ്ങനെ സാറിന്റെ ഇത് അറ്റൻഡ് ചെയ്തു. സാർ 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സാർ പറഞ്ഞു, സാർ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു എത്രയായിരുന്നു കഴിഞ്ഞോണം മാർക്ക് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ 168 ആയിരുന്നു. സാറിന്റെ കഥ പറഞ്ഞു. സാർ 170 ആയിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ. അവിടെ നിന്ന് എങ്ങനെ സാർ 240 ഭയങ്കര ഹൈ റേഞ്ച്. ആ സമയത്തേക്കും 300-ലായിരുന്നു. അപ്പോൾ സാർ ആ കഥ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതാണ് സംഭവം. സാറിനോട് പറഞ്ഞു ഇത്രേ ഉള്ളൂ, കാഷ്വലായിട്ട് നീ സംസാരിച്ചോ, കുഴപ്പമൊന്നുമില്ല, അവരെ എന്റർടൈൻ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റുമോയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു എന്റർടൈനർ ആയിട്ടൊരു സംസാരിക്കുന്ന ആളല്ല. കുറച്ച് സീരിയസ് ആയിട്ട് ലോജിക്കലായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഇപ്പോൾ എല്ലാ മെൻറ്റേഴ്സും എന്നോട് പറയുന്നത് അതാണ്, നിന്റെ ആൻസേഴ്സ് ഒക്കെ ഭയങ്കര ലോജിക്കലാണ്, അങ്ങനെ സംസാരിച്ചോ എന്ന് പറയും. അപ്പോൾ ഇത്തവണ എൻ്റെ ഗോൾ വാസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ എന്റർടൈൻ ദ പീപ്പിൾ ദാറ്റ് ഐ എം ടോക്കിംഗ് ടു, മേക്ക് ഹിം കോർഡിയൽ. അപ്പോൾ അങ്ങനെ വി ക്രിയേറ്റഡ് എ ഗ്രൂപ്പ് ഓഫ് 4 people. അതിൽ ഞങ്ങൾക്ക് 2 പേർക്ക് സാറിൻ്റെ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ് സാർ ഉദ്ദേശിക്കുന്നത്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആവും, മാർക്ക് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാവരെയും മനസ്സിലാക്കി. അതിൽ ഞങ്ങൾ 4 പേരും ഡെയിലി ഇരുന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നു. ലൈക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും, എന്നിട്ട് സാറ് പറഞ്ഞ ആ രീതിയിലേക്ക് എത്തുന്നുണ്ടോ നോക്കും. പിന്നെ 2 മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർ 2 പേരും ഇങ്ങനെ മാറി നമ്മൾ ഇങ്ങനെ സെഷൻസ് എടുത്ത് ഇതേ അവരും റെൻസാറൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ അവരുടെയും ഗൈഡൻസ് സിമിലർ ആണ്. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു സംഭവം അവരിട്ട എഫേർട്ടും ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാവരും ഇന്റർവ്യൂ പോയിട്ടുള്ളതുകൊണ്ട് പോയ ഒരാൾക്ക് കറക്റ്റായിട്ട് അത് റെക്ടിഫൈ ചെയ്ത് പറയാൻ പറ്റുള്ളൂ, ഇത്രയാണ് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇത് അവർ മേക്ക് ചെയ്ത മിസ്റ്റേക്സും കംപ്ലീറ്റ് കാര്യങ്ങളും പറയാൻ പറ്റും. ഇത് എൻ്റെ ഒരു മാർക്കാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇത് ഈ പറഞ്ഞ മെന്റേഴ്സിന്റെ മാർക്കാണ്. ഓക്കെ. ആ ഒരു കാരണം നമ്മളൊരു ഔട്ട്സൈഡറിന്റെ വ്യൂ പോയിന്റ് കേൾക്കുമ്പോഴേ നമ്മുടെ കുറവുകളും നമുക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. റാദർ ദാൻ സെൽഫ് അനലൈസിംഗ് എന്നുള്ളൊരു ആസ്പെക്ട് വരണമെങ്കിൽ തന്നെ ഇവരുടെ ഒരു വ്യൂ പോയിന്റ് വേണമല്ലോ. ശരി. സോ പിന്നെ നമ്മുടെ ഹോബീസിൽ ഈ പറഞ്ഞ പോലെ മെൻറ്ററിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടു. ലൈക്ക് മെൻറ്ററിംഗ് സ്റ്റുഡൻസ്, അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ലൈക്ക് എങ്ങനെയാണ് മെൻറ്ററിംഗ് യൂത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഈ NGO വർക്ക് ചെയ്യുമ്പോഴും അതുപോലെ ഇവിടെയും, അതുപോലെ
എൻ്റെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ Mentor ചെയ്യാം. അതൊരു നാച്ചുറൽ സംഭവം ആരെ കിട്ടിയാലും mentor ചെയ്യാം. Okay. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് നമ്മുടെ കുറവുകൾ മനസ്സിലാവും. നമ്മൾ ഒരാൾക്ക് മെൻറ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ചെയ്യേണ്ടത്, ഞാനിത് ചെയ്യുന്നില്ലല്ലോ ഞാനിത് ചെയ്യുന്നില്ല എന്നുള്ള ബോധം വരും. അപ്പോൾ നേരെ പോയി നമ്മുടെ പഠിത്തം. അപ്പോൾ എനിക്ക് മോട്ടിവേഷൻ വരുന്നത് ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ ആർട്ടിക്കുലേഷൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ പണ്ട് എനിക്കുണ്ടായിരുന്നു ഒരു സംഭവം പറയുമ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ട് പോകുന്ന സംഭവം പറയുമ്പോൾ അവര് സോൺഡ് ഔട്ട് ആവും. അപ്പോൾ അത് മനസ്സിലാവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് കുറച്ചും കൂടെ ക്രിസ്പ് ആക്കിയിട്ട് കൺവേ ചെയ്യണം. നമ്മൾ ക്ലാസ് എടുക്കുന്ന പോലത്തെ ആ ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെയാണ് ഈ ഒരു സംഭവം. ഈ എത്തിക്സ് പോലത്തെ പേപ്പർ ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നില്ലല്ലോ, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ജസ്റ്റ് വായിക്കുന്നു, പക്ഷേ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ ഇത് ഇൻകൾക്കേറ്റ് ചെയ്യണം എന്നുള്ളത് പിന്നീടാണ് ഒരു ഐഡിയ വരുന്നത്. സോ ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് ഒരു അറ്റംപ്റ്റും കൂടെ എഴുതി നേരെ നമ്മൾ ടോപ്പ് 100 അല്ലെങ്കിൽ ടോപ്പ് 10 എത്തുക എന്നുള്ള ആസ്പെക്റ്റിലേക്ക് പോവാണ് ഹോപ്പ്ഫുള്ളി. സോ അതാണ് അപ്പം അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞത്. സോ ഇപ്പൊ എന്തായാലും ജോയിൻ ചെയ്യുന്നില്ല, നേരെ ഞാൻ ഇപ്പൊ FCക്ക് പോകുന്നുണ്ടാവില്ലായിരിക്കും, നേരെ ചെയ്യാം. എന്നിട്ട് പിന്നെ എന്തായാലും മെയിൻസ് കഴിയുമ്പോഴേക്കും സെപ്റ്റംബർ ഒക്കെ ആവുമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ സർവീസ് ട്രെയിനിങ് കയറാം. ഓക്കെ. ഇത്തവണത്തേക്ക് വല്ല സ്പെഷ്യൽ സ്ട്രാറ്റജി പ്ലാൻ അങ്ങനത്തെ എന്തെങ്കിലും? ഞാൻ ഇപ്പൊ എന്തായാലും കുറച്ചുകൂടെ ഒന്ന് റിലീവ്ഡ് ആയിരുന്നു തോന്നുന്നില്ലേ? ഞാൻ സെൽഫ് ഡൗട്ടിന്റെ ആളാണ്, അതിങ്ങനെ വന്നോണ്ടിരിക്കും പിന്നെ പറ്റുമോ കാരണം കഴിഞ്ഞൊരു അറ്റംപ്റ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ അറ്റംപ്റ്റ് തന്നെ കയറി പോകേണ്ടതായിരുന്നു എന്നുള്ളൊരു തോന്നല് വരും ഇടയ്ക്ക്. അപ്പോൾ ഓക്കെ എന്തായാലും പ്രിലിംസ് കയറണം, അതൊരു കടമ്പ തന്നെയാണ്. എത്ര അറ്റംപ്റ്റ് പ്രിലിംസ് കയറി എന്ന് പറഞ്ഞാലും എല്ലാ ടോപ്പേഴ്സും. പക്ഷേ ഇത്തവണ കുറച്ചും കൂടെ ഒരു ഗ്യാപ്പ് ഉള്ളത് വളരെ ഇത്രയെങ്കിലും കിട്ടി. നേരത്തെ സാധാരണ 5 days 6 days ഗ്യാപ്പിലായിരിക്കും നമ്മൾ ആ ഒരു ബ്രേക്ക് ഡൗൺ മൊമെന്റിൽ നേരെ പോയി പ്രിലിംസ് എഴുതേണ്ട ഒരു അവസ്ഥ. അത് വെച്ച് നോക്കുമ്പോൾ ഒരു സമാധാനം എന്നുള്ളൊരു ആസ്പെക്ട്. ഓക്കെ. സോ എനിവേസ് ഇൻട്രാക്ഷൻ നമുക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആയിരുന്നു. എല്ലാവരും ഇനി അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ലൈക്ക് ഇപ്പോൾ ഒരു നമുക്ക് ഒരാൾ പ്രിലിംസ് കിട്ടിയില്ല, സോ നെക്സ്റ്റ് ഒരു 1 year എങ്കിലും ടോട്ടലായിട്ട് പുള്ളി ഒരു ടെസ്റ്റ് സീരീസ് എടുത്തിട്ട് അല്ലെങ്കിൽ പ്രിലിംസ് ഓറിയൻറ്റഡ് ടെസ്റ്റ് സീരീസ് എടുത്ത് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ ഒരു അഭിപ്രായം? ലൈക്ക് ടു സ്റ്റേ ഫോക്കസ്ഡ്. കാരണം പിന്നെയും ഒരാൾ കോച്ചിങ് എടുത്തിട്ട് ഒരു തവണയും കൂടെ കോച്ചിങ് പോകേണ്ട ആവശ്യമില്ലല്ലോ. സോ അതിന് വേണ്ടിയിട്ട് പറ്റിയൊരു സ്ട്രാറ്റജി എന്താ പറയുന്നത് നമുക്ക്? എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടെസ്റ്റ് സീരീസ് എടുക്കുക എന്നുള്ളതിനെക്കാട്ടും നമുക്ക് നമ്മളുടേതായ ഒരു സ്ട്രാറ്റജി വേണം. നമ്മളുടെ കുറവുകൾ എന്താണ്, നമ്മളുടെ സ്ട്രെങ്ത്തുകൾ എന്താണ്, നമ്മൾ അനലൈസ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് വേണം ഇത് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ആദ്യം നോക്കണം. അത് നോക്കിയിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ട് എന്താണ് വേണ്ടത്, ടെസ്റ്റ് സീരീസ് ആണോ, അത് ഏത് ടെസ്റ്റ് സീരീസാണ്, എന്ത് ഗൈഡൻസ് ആണ്, ഇത് നോക്കിയിട്ട് വേണം നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യാൻ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ ടെസ്റ്റ് സീരീസും കാര്യങ്ങളും ഒരു എന്താ ഒരു ഗോട്ട് മെന്റാലിറ്റിയാണ്. എല്ലാവരും പോകുന്ന ആ ഡയറക്ഷനിൽ പോവുക, എല്ലാവരും ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് എടുത്തു, അപ്പം ഞാനും അവിടുത്തെ ടെസ്റ്റ് സീരീസ് എടുക്കാം, ആ ഒരു സംഭവം. അപ്പോൾ അങ്ങനെ പോകുന്നത് ഐ തിങ്ക് നമ്മളുടെ ഒരു ഫാക്കൽറ്റി ഉണ്ടല്ലോ, എന്താണ് നമ്മളുടെ വീക്ക്നെസ് അനലൈസ് ചെയ്യാൻ, അത് പോകും. അപ്പോൾ അത് ആദ്യം ഇരുന്ന് നമ്മളായിട്ട് തന്നെ അനലൈസ് ചെയ്യണം. എന്നിട്ട് ഓക്കെ ഇപ്പോൾ GS1 പോയതുകൊണ്ട് അതിൽ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പോൾ പല പ്രിലിംസ് കിട്ടാത്ത ആൾക്കാർക്കും എനിക്കൊന്നു മെയിൻസിനെ കുറിച്ച് പല ഐഡിയ ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അത് ഐഡിയ ഉണ്ടാക്കാൻ certainly ഹെൽപ്ഫുൾ ആണ് മെയിൻസ് ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. ഓക്കെ നമ്മൾ ഇതിൽ വീക്കാണ്, അതിൽ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, എടുക്കണം. പക്ഷേ എടുക്കുന്നത് ഇങ്ങനെ വെറുതെ പോയി വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ വീക്ക്നെസ്സസ് ഒന്ന് ഓവർകം ചെയ്യാന്നുള്ള ആദ്യം നമ്മളായിട്ട് അനലൈസ് ചെയ്യണം. അത് ദാറ്റ് ഈസ് ട്രൂ ഫോർ ഐ തിങ്ക് ഓൾ സബ്ജക്ട്സ്. കാരണം പലരും ഇത്തവണ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഇത്തവണ അറ്റംപ്റ്റ് കൊടുക്കുന്നില്ല സാർ, എന്താ കാര്യം, ഞാൻ മെയിൻസ് ഒന്നും പഠിച്ചിട്ടില്ല, അങ്ങനത്തെ പല റീസൺസ് പറഞ്ഞിട്ട് ശരിക്കും ആക്ച്വലി ഇവർക്ക് പ്രിലിംസിനെ ഫേസ് ചെയ്യാനുള്ളൊരു പേടിയാണ് ഇവരെ കൊണ്ട് ഇങ്ങനത്തെ ഡിസിഷൻസ് എടുക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ആക്ച്വലി. കാരണം മെയിൻസ് പഠിക്കാത്തതിൻ്റെ അങ്ങനെ ഒരു റീസൺ പറഞ്ഞിട്ട് പ്രിലിംസ് എഴുതാതിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫാക്ടറില്ല. സോ എനിവേസ് ഈ പറഞ്ഞ അഡ്വൈസസ് എല്ലാം ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന എന്താ പറയുക ആസ്പിരൻസ് ആയാലും ശരി, ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്കായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അഡ്വൈസസ് ആണ് സാറിന് എടുത്തുന്നുണ്ട്. സോ വിഷ് യു ആൾ ദ ബെസ്റ്റ് ഫോർ യുവർ കരിയർ ആസ് വെൽ ആസ് അടുത്ത നെക്സ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് ഒന്നും കൂടെ ഇരിക്കാം വിത്ത് ദ ടോപ്പ് 100 എന്നുള്ള ആസ്പെക്റ്റിൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.